നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പ്രൊട്ടക്ഷൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അല്ല, പ്രൊട്ടക്ഷൻ ആരുടെ പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് നമ്മൾ പേരിട്ട് വിശേഷിപ്പിക്കുന്ന ഈ നിയമത്തിൻ്റെ വർഷം ആ ആക്ടിൻ്റെ കൂടെ തന്നെ എഴുതി ചേർത്തിട്ടുള്ളതാണ്, അല്ലേ? അത് 2005 അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം വന്നത് 2005 സെപ്റ്റംബർ മാസം 13 2005 സെപ്റ്റംബർ മാസം 13 അതിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത്. എന്നാൽ നിയമം രാജ്യത്തെമ്പാടുമായിട്ട് നിലവിൽ വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് 2006 അല്ല, 2006 ഒക്ടോബർ മാസം 26 രാജ്യമെമ്പാടുമായിട്ട് നിലവിൽ വന്നത്. ആ നിയമം ഇവിടെ കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു ഭരണാധികാരികൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ ആണ് നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു നിയമം ഇവിടെ കൊണ്ടുവരപ്പെട്ടത്? പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്ന ഈ നിയമം സ്ത്രീകളെ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് പുറത്തല്ല, സ്വന്തം വീടിൻ്റെ 4 ചുമരുകൾക്ക് ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എതിരായിട്ട് വന്ന ഒരു നിയമമാണ് ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമം എന്ന പേരിൽ 2005 വന്ന ഈ നിയമം. പക്ഷേ ഇത് 2006 ഒക്ടോബർ 26 മുതലാണ് പ്രാവർത്തികമായത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലേ? ഒരു ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ ആ പീഡനത്തിൻ്റെ പരാതി ലഭിക്കുന്ന ഒരു ഓഫീസറുണ്ട്. ആ ഓഫീസർ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസർ ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരമാണ് ഈ പറയുന്ന സെക്ഷൻ ഓഫീസർമാർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ നിയമിക്കപ്പെടുന്നത്. എല്ലാ ജില്ലകളിലും ആരുണ്ടാവണം? ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാരെന്ന് പറയുന്ന ആൾക്കാർ, സേവനദാതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ സേവനദാതാക്കൾക്ക് അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഫോം നമ്പർ 1 എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫോമുണ്ട്. അതായത് ഗാർഹിക പീഡനത്തിൽ ആ നിയമത്തിൽ നൽകിയിരിക്കുന്ന ആ ഫോമാണ് ഏതാണ്? ഫോം നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്ത് ചെയ്യണം? ഒരു ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, DIR എന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ FIR തയ്യാറാക്കുന്നില്ലേ? അതേപോലെ ഒരു ഗാർഹിക പീഡനത്തെക്കുറിച്ച് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ആൾ ചെയ്യേണ്ടുന്നത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ഫോം നമ്പർ 1 എന്ത് ചെയ്യണം? ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് അത് നൽകുകയും വേണം. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് അത് കൊടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് നടന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ നമ്മൾ ഗൃഹത്തിനുള്ളിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ആരുണ്ടാവും? മുതിർന്നവരുണ്ടാവും, അല്ലേ? അതേപോലെ തന്നെ ഈ ഗാർഹിക ബന്ധുത്വമുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പല നിർവചനങ്ങളൊക്കെ വരും. പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞേക്കുക. അതായത് ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിരിക്കും? അത് സ്ത്രീകളാണ്, അല്ലേ? ഒരു പുരുഷൻ ഒരിക്കലും ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രയോജനം ലഭിക്കുകയില്ല, അയാൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താവ് ആരെന്ന് ചോദിച്ചാൽ അത് സ്ത്രീയാണ് എന്ന് ഓർത്തുകൊള്ളുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നയാൾ ആരായിരിക്കും? ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം അത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പരാതി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാൻ പറ്റും. നമുക്കെതിരായിട്ടുള്ള ശിക്ഷ വിധിച്ചു കഴിഞ്ഞാലും 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? നമുക്ക് അപ്പീൽ കൊടുക്കാനായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഗാർഹിക പീഡന പരാതിയിന്മേൽ അപ്പീൽ കൊടുക്കാനായിട്ട് 30 പരാതി ലഭിച്ച് 30 ദിവസത്തിനകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ നിയമപ്രകാരം തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിർവചനമുണ്ട്. ഇപ്പോൾ ഗാർഹിക പീഡനത്തിൽ ആരെല്ലാം ഉൾപ്പെടും? ആ ഗൃഹവുമായി ബന്ധമുള്ള ആൾക്കാരെല്ലാവരും ഉൾപ്പെടും. അതിന് നമ്മൾ പറയുന്നവരാണ് ഗാർഹിക ബന്ധുത്വം എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. രക്തബന്ധം കൊണ്ടാവാം, വിവാഹ ബന്ധം കൊണ്ടാവാം,
അതേപോലെ ദത്തെടുക്കൽ കൊണ്ടാവാം, അതല്ലെങ്കിൽ ലിവിങ് ടുഗദർ കൊണ്ടാവാം. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്? ഗാർഹിക ബന്ധുത്വം എന്ന് നമ്മൾ പറയും, അല്ലേ? ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നപ്പോൾ ഇപ്പോഴും അതിലുള്ളത് എത്രയാണ്? 5 അധ്യായങ്ങളാണുള്ളത്. ഈ 5 അധ്യായങ്ങളിൽ കൂടിയിട്ട് ആകെ 37 വകുപ്പുകളുമാണുള്ളത്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിലാകെയുള്ള വകുപ്പുകൾ എന്ന് പറയാൻ നേരത്ത് 37 വകുപ്പുകളും അധ്യായങ്ങളെന്ന് പറയുന്നത് 5 അധ്യായങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ കുറേയധികം നിർവചനങ്ങളുണ്ട്. അതിലാണ് നമ്മൾ പറഞ്ഞ ഗാർഹിക ബന്ധുത്വം ആർക്കെല്ലാം വരാം, അല്ലേ? ഇനി ആരാണ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നയാൾ? അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നയാളിനെ നമ്മൾ വിളിക്കുന്നവർ സങ്കടമുണ്ടായ, ബുദ്ധിമുട്ടുണ്ടായ, വേദനയുണ്ടായ എന്ന അർത്ഥത്തിൽ നമ്മളയാളെ സങ്കടകക്ഷി എന്ന് പേരിട്ടുണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള സ്ത്രീയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സങ്കട കക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ 5 അധ്യായങ്ങളെന്നാണ് പറഞ്ഞത്. ഇതിൽ 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിർവചനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ടൊരു നിർവചനമാണ് അതിക്രമത്തിന് ഇരയായ ആൾ എന്ന് പറയുന്നത്. ഈ അതിക്രമത്തിന് ഇരയായ ആൾ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? സ്ത്രീയായിരിക്കും. ആ വീട്ടിൽ താമസിക്കുന്നയാൾ അത് ചിലപ്പോൾ ഭാര്യയായിരിക്കാം, അതല്ലെങ്കിൽ ലിവിങ് ടുഗദറിൽ വന്നയാളായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള മകളോ, അങ്ങനെയുള്ള ആര് വേണമെങ്കിലും ആവാം. ഇത് ആരാണ്? അവരാണ് അതിക്രമത്തിന് ഇരയായ ആൾ. അതായത് ഈ പറയുന്ന കുടുംബവുമായിട്ട് ബന്ധമുള്ളയാൾ. അതാണ് ഗാർഹിക പീഡനത്തിന് മുഖ്യമായി വരുന്നത്. പിന്നെ കുട്ടികളും ഗാർഹിക പീഡനത്തിന് ഇരയാകപ്പെടാറുണ്ട്. കുട്ടി എന്ന് പറയാൻ നേരത്ത് 18 വയസ്സിൽ താഴെയുള്ളയാളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോം 1, അതാണ് നിർദ്ദിഷ്ട ഫോറം എന്ന് പറയുന്നത്. ആ നിർദ്ദിഷ്ട ഫോറത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിൽ കുടുംബ ബന്ധം പരാമർശിക്കണം. ഗാർഹിക പീഡനമാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൽ നിന്നായിരിക്കണം ഈ പറയുന്ന ആ വനിത അല്ലെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടായിരിക്കുക? പീഡനം ഉണ്ടായിരിക്കുക. അപ്പോൾ രക്തബന്ധം അല്ലെങ്കിൽ വിവാഹ സമാനമായിട്ടുള്ള ബന്ധം, ദത്തെടുക്കൽ ബന്ധം, കൂട്ടുകുടുംബം, അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇത് പരാതി ചെല്ലുന്നത് ആർക്കാണ്? അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതായത് ഗാർഹിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പരാതിപ്പെടുന്നത് ആരുടെ അടുത്താണ്? ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ മുഖാന്തരമാണ്. ആ കേസ് ചെയ്യുന്നത് എന്താണ്? അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്താണ്. ഇപ്പോൾ പീഡനം നടന്ന സ്ഥലത്തെ അധികാരമുള്ള വ്യക്തി അദ്ദേഹമാണ് അവിടുത്തെ മജിസ്ട്രേറ്റ് ആയിട്ട് വരുന്നത് എന്നും കൂടി നമ്മൾ അറിയുക. അതേപോലെ ആർക്കെതിരാണോ പരാതി വരുന്നത് അയാളാണ് ഈ കേസിലെ എതിർകക്ഷി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ എതിർകക്ഷിയെയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രാരംഭം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇരയാക്കപ്പെട്ടയാൾ ആരാണ്? കുട്ടി ആരാണ്, അല്ലെ? എന്താണ് ഈ പറയുന്ന ഗാർഹിക ബന്ധുത്വം? എന്താണ് ഗാർഹിക പീഡന റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്? മജിസ്ട്രേറ്റ് ആരാണ്? എതിർകക്ഷി ആരാണ്? ഇതൊക്കെയാണ് 1-ാമത്തേതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി 2-ാമത്തെ അധ്യായമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്തെന്നറിയാമോ? വിവിധ തരത്തിലുള്ള ഗാർഹിക അതിക്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഗാർഹിക പീഡനം എന്ന് പറയാൻ നേരത്ത് പലതരത്തിലുള്ള പീഡനമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പീഡനങ്ങൾ എന്ന് പറയാൻ നേരത്ത് ശാരീരികമായിട്ടുള്ള പീഡനമുണ്ട്. ശാരീരികമായിട്ടുള്ള പീഡനം നമുക്കറിയാം. അടി, ഇടി, ചവിട്ട്, കുത്ത്, തൊഴി ഇതൊക്കെ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏത്? ശാരീരികമായിട്ടുള്ള പീഡനം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ വേദനയ്ക്കും പിന്നീടുള്ള ജീവിതത്തിൽ ദുരിതത്തിനുടയാക്കുന്ന ദേഹോപദ്രവത്തിനെയാണ് നമ്മൾ ശാരീരികമായിട്ടുള്ള പീഡനം എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ലൈംഗികമായിട്ടുള്ള പീഡനമാണ്. അതായത് ഒരു സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അവരെന്ത് ചെയ്യുക? ഹരാസ് ചെയ്യുക. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയിട്ട്, ലൈംഗിക ചുവയോട് കൂടിയിട്ടൊക്കെ അവരെ സമീപിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ലൈംഗിക പീഡനം എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ഇനിയുള്ളത് സാമ്പത്തികമായിട്ടുള്ള പീഡനമാണ്. അതായത് ഈ സാമ്പത്തികമായിട്ട് അവരെ ചൂഷണം ചെയ്യുക. അവരുടെ ചെലവിൽ കഴിഞ്ഞുകൊണ്ട് അവരുടെ കാശ്, അവരുടെ സ്വത്ത് ഇതെല്ലാം അടിച്ചു മാറ്റിയെടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന പീഡനമാണ് സാമ്പത്തികമായിട്ടുള്ള പീഡനം എന്ന് പറയുന്നത്. അതായത് അവരുടെ ഇന്ന് കാശുകൾ ഇങ്ങനെ വാങ്ങിക്കുക, അവരുടെ സ്വത്തുവകകൾ വെച്ച് ഇങ്ങനെ അനുഭവിക്കുക. ഇതൊക്കെയാണ് സാമ്പത്തികമായ പീഡനം എന്നുള്ള ശ്രേണിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്നുണ്ട്. അത് നമ്മൾ നോക്കിയാൽ എന്താണ്? വാക്കാൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പീഡനങ്ങൾ. അപ്പോൾ വാക്കാലോ വൈകാരികമായോ ഉള്ള പീഡനങ്ങളുമുണ്ട്. അപ്പോൾ വാക്കാലും വൈകാരികവുമായിട്ടുള്ള പീഡനങ്ങൾ വെച്ചാൽ ചില വാക്കുകൾ, പരുഷമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പറയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉപദ്രവിക്കും, അല്ല അവരെ കൊന്നുകളയും, ചവിട്ടിക്കളയും, വെട്ടിക്കളയും, കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിരട്ടുക. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് മനപ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത് പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അടക്കി പിടിച്ചിരിക്കും. അതായത് ഭർത്താവാകാം, ഭർത്താവിൻ്റെ അച്ഛനാവാം, ഭർത്താവിൻ്റെ അമ്മയാവാം, ഭർത്താവിൻ്റെ അനുജനോ ജ്യേഷ്ഠനോ സഹോദരനോ ഭർത്താവുമായിട്ട് ബന്ധമുള്ള ആര് വേണമെങ്കിലും ആവാം. ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ മാനസികമായിട്ട്, ശാരീരികമായിട്ടും, വൈകാരികമായിട്ട്, സാമ്പത്തികമായിട്ടും പീഡനത്തിന് ഇരയാക്കുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. ഇങ്ങനെ പീഡനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പീഡന ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ പരാതി കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ്?
അപ്പോൾ ഗാർഹിക പീഡനത്തിന് ഇരയായ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അത് കുട്ടികൾക്കും പരാതി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഗാർഹിക പീഡനത്തിന് ഇരയായ വ്യക്തിക്ക്, അതേപോലെ അത് കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് വരെ എന്ത് കൊടുക്കാൻ പറ്റുമെന്നാ? പരാതി കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറയണത് അല്ലേ? അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാം. അപ്പോൾ ഗാർഹിക പീഡനത്തിന് ഇരയായൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് പുറത്ത് പറയാൻ പേടിയാണ്, എനിക്ക് വേണമെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് പരാതി കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ പറയുന്ന ആ ഗാർഹിക പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന ഒരാൾക്കോ അയാൾക്ക് വേണ്ടി മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന പരാതി കൊടുക്കാൻ പറ്റും. അതേപോലെ കുട്ടികൾക്കും എന്നുണ്ട് പരാതി പ്രകാരം പരിഹാരം ലഭിക്കാനായിട്ട് അർഹതയുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഇനി നമ്മൾ ഓർക്കുക അല്ലേ, ആർക്കെതിരായിട്ടാണ് പരാതി കൊടുക്കാൻ പറ്റുക? ഗാർഹിക പീഡനത്തിൽ ആർക്കെതിരായിട്ടാണ് പരാതി കൊടുക്കാൻ പറ്റുക? അപ്പോൾ ആ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ട് ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ഏതൊരു പുരുഷനുമെതിരെയാണ് ഗാർഹിക പീഡനത്തിന് പരാതി കൊടുക്കാൻ പറ്റുക അല്ലേ? അതായത് സ്ത്രീയുമായി ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയായ ഏതൊരു പുരുഷ അംഗത്തിനും കൊടുക്കാം അല്ലേ? പിന്നെയോ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, അവർക്കെതിരെ കൊടുക്കാം. അപ്പോൾ അമ്മായിയമ്മ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അമ്മയല്ലേ? അപ്പോൾ അവരും ഈ പറയുന്ന ഭർത്താവിൻ്റെ പങ്കാളിയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞതിൽ പെടും. അപ്പോൾ മരുമകൾക്ക് അമ്മായിയച്ഛനും അമ്മായിയമ്മക്കും ഭർത്താവിനും നാത്തൂനും അനിയനും ഒക്കെ എതിരെ കൊടുക്കാൻ പറ്റുന്ന ഒരു പരാതിയാണ്, വെട്ടാൻ പറ്റുന്നൊരു വാളാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് ആർക്കെതിരെ പരാതി കൊടുക്കാമെന്ന് പറയുന്നത്. ഇനി ആർക്കാണ് വിവരങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ പരാതി നൽകുന്നത് ആർക്കാണ്? ഈ ഗാർഹിക പീഡന പരാതി കൊടുക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? അതൊരു പോലീസ് ഓഫീസർക്ക് കൊടുക്കാം അല്ലെ? പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാം. അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്, ഇങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസർക്കോ സർവീസ് പ്രൊവൈഡർക്കോ ആ പ്രൊട്ടക്ഷൻ ഓഫീസറിനോ മജിസ്ട്രേറ്റിനോ കൊണ്ടുപോയിട്ട് ഈ പരാതി കൊടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ പരാതിയും കൊടുക്കാൻ പറ്റും. ഇനി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പരാതി കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ്? പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് നേരിട്ട് മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ കൊണ്ട് പരാതി കൊടുക്കാം അല്ലേ? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നും പറഞ്ഞൊരു ഓഫീസറില്ലേ, അയാൾക്ക് വേണമെങ്കിൽ ഈ പരാതി എന്ത് ചെയ്യാൻ പറ്റും? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ആക്രമണത്തിന് ഇരയായൊരു വ്യക്തിയുണ്ട്, അയാൾക്ക് പുറത്തിറങ്ങാനും സമൂഹത്തെ ഫേസ് ചെയ്യാനും മടിയാണെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ ഫേസ് ചെയ്യാൻ മടിയുള്ള അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ വേണ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ പീഡനങ്ങൾക്ക് ഇരയാകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാരുടെയാണ്? സേവനദാതാക്കന്മാരുടെ കടമയാണ്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ എന്ന് പറഞ്ഞ ആൾക്കാർ അവരാണ് ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അധ്യായം 3 എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ആ അധ്യായം 3 എന്ന് പറയുന്നത് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ, സേവനദാതാക്കൾ എന്നിവരുടെ ഈ പറയുന്ന അധികാരങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ സർവീസ് പ്രൊവൈഡർ എന്ന് പറയാൻ നേരത്താണ് സേവനദാതാക്കൾ എന്ന് പറയുന്നത്. ഇവരാണ് ഈ പീഡനത്തിനിരയായ ആളുകൾക്ക് ഷെൽട്ടർ ഹോമുകൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ താമസിക്കാനായിട്ട് ഇവർക്ക് തൽക്കാലത്തേക്ക് ഒരു താമസ സൗകര്യം ഉണ്ടല്ലോ, ഷെൽട്ടർ ഹോമുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഷെൽട്ടർ ഹൗസുകളൊക്കെ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർമാർ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറയുന്ന മജിസ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. മജിസ്ട്രേറ്റ് എന്തായിരിക്കാം? ഈ ഗാർഹിക പീഡന പ്രവൃത്തികൾ മൂലം ഈ സ്ത്രീക്ക് ക്ലേശം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് മേടിച്ചു കൊടുക്കേണ്ടത് ഈ മജിസ്ട്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ഇനി ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കുറച്ച് ചുമതലകളുണ്ട്. ആ പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെ ചുമതലകൾ എന്തെല്ലാമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ല, നമ്മളിപ്പോൾ പറഞ്ഞാലും മജിസ്ട്രേറ്റിൻ്റെതാണ്. മജിസ്ട്രേറ്റിൻ്റെ ആ കാര്യങ്ങളെന്ന് പറയാൻ നേരത്ത് ഈ പറയുന്ന പരാതി സ്വീകരിച്ചിട്ട് പരാതിക്ക് ഇട നൽകിയ ആ പുരുഷൻ ആരാണോ ആ പുരുഷൻ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡറുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ ഈ പറയുന്ന ഈ പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താണ്? ഈ വനിതകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ നമ്മുടെ മജിസ്ട്രേറ്റിന് വേണ്ടുന്ന എല്ലാ സംരക്ഷണങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാരാണ്? ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ആളാണ്. ഈ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ് ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് തയ്യാറാക്കുക. അതേപോലെ ആ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പരിധിയിൽപ്പെടുന്ന എല്ലാ ഷെൽട്ടർ ഹോമുകളും എന്ത് ചെയ്യേണ്ടി വരും? സംരക്ഷിക്കേണ്ട സാഹചര്യം ഇവർക്കാണ്, പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണുള്ളത്. ഈ പരാതിക്കാരിക്ക് പേടിയാണ് പരാതി കൊടുത്തു കഴിയാൻ നേരത്ത്. അപ്പോൾ പരാതിക്കാരിക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ പരാതിക്കാരിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ പറയുന്ന നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ എന്ന് പറഞ്ഞ ആൾക്കാർക്കുണ്ട് കേട്ടോ. ഇനി സേവനദാതാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, സേവനദാതാക്കൾ അവരാരാണ്? സേവനദാതാക്കൾ ഈ പീഡനത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് അടിയന്തരമായിട്ട് സഹായം ചെയ്തു കൊടുക്കുക. അതെന്തായിരിക്കാം? അവർക്ക് അഭയം കൊടുക്കുന്നതാവാം, അവർക്ക് ചികിത്സ കൊടുക്കുന്നതാവാം, അവർക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാവാം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതാവാം. ഇതൊക്കെയാണ് ഈ സേവനദാതാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ചുമതല എന്ന് പറയുന്നത്. അതായത് വൈദ്യപരിശോധന വിധേയമാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഷെൽട്ടർ ഹോമിൽ ഇവരെ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും അല്ലേ?
പിന്നെ ഗവൺമെൻറ്റിനും ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ചുമതല എന്ന് പറയുന്നതായിരിക്കാം ഈ പറയുന്ന നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അപ്ഡേഷനെ കുറിച്ചൊക്കെ പൊതുജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമെല്ലാം ഇത്തരത്തിലൊരു നിയമം ഉണ്ടെന്നും ഇത്തരത്തിലുള്ള നിയമം എന്ന് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത്, അതേപോലെ പ്രവർത്തന രേഖയും മാർഗരേഖയും സ്ഥാപനങ്ങൾക്ക് നൽകുക എന്ന് പറയുന്നത്, അതേപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാരിൻ്റെയും ഒക്കെ കടമയായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഇനി നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് ഈ പരാതികൾ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പരിഹാരം നേടുന്നതിന് വേണ്ടുന്ന ഉത്തരവുകൾ ലഭിക്കുന്നതിന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊരു പരാതിയോ പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടി വരിക? പറഞ്ഞ മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കുക. നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ മുഖാന്തരം മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പരാതി കോടതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണമെന്നാണ് പറയുന്നത്. അതായത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ കോടതിയിൽ ലഭിച്ച പരാതിയിന്മേൽ 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യേണ്ടി വരും? വാദം കേൾക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യേണ്ടി വരും? വാദം കേൾക്കേണ്ടതായിട്ട് വരും. അതേപോലെ ആദ്യത്തെ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം എന്ത് ചെയ്യേണ്ടി വരും? മജിസ്ട്രേറ്റ് വാദം കേട്ട് തീർപ്പാക്കണമെന്നാണ് പറയണത്. അപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ 60 ദിവസത്തിനകം എന്ത് ചെയ്യേണ്ടി വരും? വാദം തീർത്തിരിക്കണം. അത്രയ്ക്ക് സ്പീഡി ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പറയണത്. അല്ലാതെ സാധാരണ ഒരു കോടതി കേസ് ചെയ്യുന്ന പോലെ അടുത്ത മാസം 16-ാം തീയതി വയ്ക്കുന്നു, അന്നില്ലാ നേരത്ത് ഇന്നയാൾ വന്നിട്ടില്ല, അതുകൊണ്ട് അടുത്ത മാസം 18-ാം തീയതി വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകും, അല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് പരാതി എന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ എത്ര ദിവസത്തിനകം? ആദ്യത്തെ 3 ദിവസത്തിനകം എന്ത് ചെയ്യണം? വാദം കേൾക്കണം. പിന്നെയോ 60 ദിവസത്തിനകം ഈ എന്ത് ചെയ്യണം? വാദം തീർപ്പ് കൽപ്പിക്കും. വാദം കേട്ട് 60 ദിവസത്തിനകം വാദം തീർപ്പാക്കണമെന്നാണ് പറയണത്. പിന്നെ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെന്ന് പറയുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്തായിരിക്കാം? ഈ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരു നോട്ടീസ് കൊടുക്കും. അത് കോടതിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ? മജിസ്ട്രേറ്റ് അനുവദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? അതിനുള്ളിൽ ഈ നോട്ടീസ് കൊണ്ടുപോയിട്ട് പരാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനങ്ങൾ കൊടുക്കും, അല്ലേ? കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനങ്ങൾ വല്ല ഇവർക്ക് കൊടുത്തേ മതിയാവുകയുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന പരാതിപ്പെട്ടിട്ടുള്ള ആൾ, അല്ലേ, ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്യാമറയുടെ അകത്ത് പിടിക്കുന്നൊരു ഇൻ ക്യാമറ ട്രയൽ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം വളരെ രഹസ്യ സ്വഭാവമുള്ള ചില കേസുകളൊക്കെ ഇത്തരത്തിൽ വിചാരണ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇൻ ക്യാമറ ട്രയൽ എന്നാണ്. അപ്പോൾ അങ്ങനെ ഇൻ ക്യാമറ ട്രയൽ എന്ന് പറയുന്നത് സെക്ഷൻ 16 പ്രകാരമാണ്. മജിസ്ട്രേറ്റിന് തീരുമാനിക്കാൻ പറ്റും. അതായത് കേസിൻ്റെ വിചാരണയിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്വകാര്യത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഇൻ ക്യാമറ ട്രയൽ, ക്യാമറ വെച്ചിട്ടുള്ള ട്രയലിംഗ് കൂടി നടത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സെക്ഷൻ 17 എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഗാർഹിക ബന്ധത്തിൽ കഴിയുന്ന ഒരു വനിതാ പങ്കാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഭർത്താവുമൊത്ത് താമസിച്ച വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ പങ്കാളിയുമായിട്ട് താമസിച്ച വീട്ടിൽ അവർക്ക് അവകാശം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് വിഷയമല്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വീട്ടിൽ താമസിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കാനായിട്ട് ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സാധിക്കുന്നതാണ്. പിന്നെയോ ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഉത്തരവുകളുണ്ട്. അതാണ് സെക്ഷൻ 18 എന്ന് പറയുന്നതിൽ പ്രതിപാദിക്കുന്നത്, കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും ഒക്കെ അതിൽ പെടുന്നത് നമ്മൾ ഓർത്തേക്കുക. പിന്നെ 19 എന്ന് പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. 19 എന്തായിരിക്കാം? താമസ സൗകര്യം, അതായത് റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്ന ഉത്തരവുകളുണ്ട്. താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന റെസിഡൻസ് ഓർഡറുകൾ എന്നാണ് പറയുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു സ്ത്രീ ഒരു വീട്ടിൽ താമസിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ ആ വീട്ടിൽ താമസിക്കുവാനായിട്ട് അധികാരം കൊടുക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള ഉത്തരവിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? റെസിഡൻസ് ഓർഡർ അല്ലെങ്കിൽ താമസ ഉത്തരവ് എന്ന് വിശേഷിപ്പിക്കുന്നത്, കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ ഏറ്റവും അവസാനത്തെ അധ്യായം ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം എന്ന് പറയുന്നതാണ് മിസലേനിയസ് അഥവാ പലവക എന്ന് പറയുന്നത്, കേട്ടോ. ഇതിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ പറയുന്ന ഓർഡറുകൾ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റ് ഇടുന്ന ഉത്തരവുകളൊക്കെ ഈ പറയുന്ന എതിർകക്ഷി ലംഘിച്ചു കഴിഞ്ഞാൽ എതിർകക്ഷിക്ക് ശിക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത്. എതിർകക്ഷിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം തടവ് ശിക്ഷയും അതേപോലെ തന്നെ എന്തായിരിക്കാം 10,000 രൂപ വരെയുള്ള പിഴയും കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന നമ്മളുടെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് ലംഘിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഗാർഹിക പീഡന നിരോധനം എന്ന് പറയുന്ന നിയമമാണ് നമ്മൾ നോക്കിയത്, അല്ലേ? പ്രൊട്ടക്ഷൻ, അല്ലേ, ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ തന്നെ പതിച്ചു നിൽക്കേണ്ടതാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് അവിടെ നിന്നും ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു. ഓൾ ദ ബെസ്റ്റ്.